നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീനാസുദ്ദീൻ. പെപ്റ്റിക് അൾസറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അൾസർ അല്ലേ? പലരും പറയാറുണ്ട് എനിക്ക് അൾസറാണ്, അതുകൊണ്ട് മസാല ഇട്ട ആഹാര സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, നോർമൽ ഫുഡ് തന്നെ വളരെ റെസ്ട്രിക്ഷനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പലരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ അൾസർ എന്ന് പറയപ്പെടുന്ന ഈ ട്രബിൾ ഉണ്ടാവുന്നത്? ഇതിന് മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ്. പുറമേയൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ഉദാഹരണത്തിന് കൂടുതൽ ആളുകളും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ആണല്ലോ, മലയാളികളും. അപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വർഷങ്ങളായിട്ട് ഇവർ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഡിന്നർ നന്നായിട്ട് ഇവർ കഴിക്കുകയും ചെയ്യും, രാവിലത്തെ ഭക്ഷണമാണ് മെയിനായിട്ട് ഇവർ സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ രാവിലെ തന്നെ ട്യൂഷന് പോകും. അപ്പോൾ അവരെന്താ ചെയ്യാം, മിക്കവരും ഒന്നും കഴിക്കാതെ വെറുതെ വെള്ളം മാത്രം കുടിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നു, ഒരുപാട് കിലോമീറ്റർ അകലെയാണ് ഓഫീസ്. അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യുക, രാവിലെ ഒന്നും കഴിക്കാതെ പോകും, നേരത്തെ പോകും. ഇപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്കൊക്കെ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക? ആ സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ അവർ പോകാറുണ്ട്. പിന്നെ കഴിക്കുന്നത് ചിലപ്പം ഉച്ചയ്ക്ക് കഴിക്കും, അല്ലെങ്കിൽ കഴിക്കുന്നത് ഒരിട സമയം ഒരു 11:30-12 മണിക്കൊക്കെ ഓഫീസിലെത്തിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് സാധാരണ ഒരു ടീയും ഒരു സ്നാക്കും ഒക്കെ കഴിക്കും. ഇങ്ങനെയാണ് പലരും കഴിക്കുന്നത്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ക്ലയൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട് കൺസൾട്ടേഷൻ. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട്, ഒരു 11:30-12 മണിയൊക്കെ ആ സമയത്തൊക്കെ ആകുമ്പോഴാണ് ജസ്റ്റ് ഒരു ബ്രഞ്ച് എന്ന് പറയും, അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയിലുള്ള ഒരു ടൈമിൽ ഭക്ഷണം കഴിക്കുന്നത്. മെയിനായിട്ട് സാൻഡ്വിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും, ടീ ആയിരിക്കും, കോഫി ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഫുഡ് ഹാബിറ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൾസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാധ്യത മാത്രമല്ല, ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിലാണെങ്കിലും ക്ലയൻസിനോടാണെങ്കിലും ഒക്കെ പറയുന്നത്, നമ്മുടെ ഫുഡ് ഹാബിറ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ലൈഫ് സ്റ്റൈലിൽ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നത് വളരെ കുറവായിരിക്കും. ഡിന്നർ ഒരുപാട് ലേറ്റായിട്ട് കഴിക്കുന്നവരുണ്ടാവും അല്ലേ? ഇപ്പോൾ 12 മണിക്ക് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഒരു 11:45 ഡിന്നർ കഴിച്ചിട്ട് 12 മണിക്ക് കിടക്കുന്നവരുണ്ട്. അധികം പേരും അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കുക അപ്പോൾ തന്നെ കിടക്കാം. ഈ ശീലവും അൾസർ വരാനുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊരു ഗ്യാപ്പ് വരും. ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വളരെയധികം ലോങ് ആയിട്ടുള്ളൊരു ഗ്യാപ്പിൽ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, ജ്യൂസുകളോ ഫ്രൂട്ട്സോ വേറെ ഇട സമയത്തൊന്നും കഴിക്കുന്നില്ല എങ്കിൽ അതും അൾസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂട്ടുന്നുണ്ട്. ഇത് കൂടാതെ ആൽക്കഹോൾ കൺസംഷൻ, സ്മോക്കിങ്, ഒരുപാട് സ്ട്രെസ്സ്, എപ്പോഴും നിങ്ങൾക്ക് ടെൻഷനുള്ള അവസ്ഥയാണ്. ആ ടൈമിൽ വളരെയധികം ടെൻഷനുണ്ട്. അങ്ങനെയുള്ളവർക്കും അൾസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്താണ് ഈ അൾസർ? അൾസർ എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലൊക്കെ ചെറിയൊരു ലൈനിങ് ഉണ്ടാവും. ഈ ലൈനിങ് എന്ന് വെച്ചാൽ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലൈനിങ് ആണ്. ഓക്കെ, ഇൻറ്റേർണൽ ലൈനിങ് എന്ന് പറയും. അങ്ങനെ മാത്രം തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ലൈനിങ്ങിന് ചെറിയ ഇറോഷൻസ്, അതായത് ചെറിയ തരം ഒരു ഉരസൽ ഉണ്ടാവുക, ചെറിയതായിട്ട് ഇത് പൊട്ടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം വലിയൊരു വ്രണമായിട്ട് മാറും. പിന്നീട് ഫുഡ് അവിടെ ചെന്നിങ്ങനെ സ്റ്റക്ക് ചെയ്ത് അത് പിന്നെ ഇൻഫെക്ഷൻ ആവും. ബ്ലീഡിങ് അൾസേഴ്സ് ഒക്കെ ഉണ്ടാവും. അതായത് ബ്ലീഡ് ചെയ്യുന്ന എപ്പോഴും, അതായത് മോഷനിൽ കൂടെ ഒക്കെ ബ്ലഡ് പോവുക, ചിലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കേസസും ഉണ്ട്. ബ്ലീഡിങ് അൾസേഴ്സ് എന്ന് പറയും, വളരെ പെയിൻഫുള്ളും ആയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന അൾസേഴ്സ് അത് ഹീൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അൾസർ വന്നു കഴിഞ്ഞാൽ അത് പാടാണ് മാറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതായത് ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. രാവിലെ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സമയമില്ല, അപ്പോൾ കുക്ക് ചെയ്ത് ജസ്റ്റ് ഓട്സോ റാഗിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇത്തിരി പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതിന് അത്ര വലിയ സമയമൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ട പുഴുങ്ങിയതും എങ്കിലും കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക. അത് ശീലം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ? രാവിലെ കഴിക്കാനായിട്ട് ഇപ്പോൾ 6 മണി 5 മണി സമയത്തൊക്കെ നിങ്ങൾ ഓഫീസിൽ പോവുകയാണ്, ഒരുപാട് ലോങ് ആണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ അത്രയും നേരം ട്രാവൽ ചെയ്താൽ മാത്രമേ 8-9 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഓഫീസിലെത്താൻ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ
നിങ്ങൾ പോകുന്ന ടൈമിലെങ്കിലും മസ്റ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈവൻ ഒരു 4-5 ബദാം തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ആ ബദാമെങ്കിലും ജസ്റ്റ് ഒരു സ്നാക്കായിട്ട് രാവിലെ കഴിച്ചിട്ടേ പോകാവുള്ളൂ. ബിസ്ക്കറ്റ്, ബ്രെഡ്, ബണ്ണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും രാവിലെ ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല. ചായ, കോഫിയൊക്കെ പരമാവധി വെറും വയറ്റിൽ കഴിക്കുന്നത് ഒഴിവാക്കാം. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ 1-2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം വേണം ഇതുപോലെയുള്ള ചായ, കോഫിയൊക്കെ നിങ്ങൾ കുടിക്കാനായിട്ട്. സ്ട്രെസ്സ് കഴിയുന്നത്ര മാനേജ് ചെയ്ത് നിർത്താം. എപ്പോഴും റഷാണ്, നിങ്ങൾ വളരെ ബിസിയാണ്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മസ്റ്റായിട്ട് കണ്ടെത്തുക തന്നെ വേണം. കാരണം അറിയാലോ, ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ആരോഗ്യമില്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പണം പോലും നമുക്ക് ചിലപ്പം ഉപകാരപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഹെൽത്തിന് വേണ്ടിയിട്ട് കുറേ സമയം എന്തായാലും നിങ്ങളുടെ ആ ടൈം ഉണ്ടല്ലോ, ഒരു ടൈം പീരീഡിൽ കുറച്ച് ടൈമെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഡിന്നർ ഒരിക്കലും ലേറ്റ് ആക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിന്നർ ലേറ്റ് ആക്കുന്നതും അൾസറിന് കാരണമാകുന്നുണ്ട്. ഡിന്നർ ഒരുപാട് ഹെവി ആയിട്ടും കഴിക്കാൻ പാടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഡിന്നർ നന്നായിട്ട് ഹെവി ആയിട്ട് കഴിക്കുന്നതും അത്ര നല്ല രീതിയാണെന്ന് തോന്നുന്നില്ല. രാത്രി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സാധാരണ ഒരു 6-7 മണിയാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനിലൊക്കെ ഡിന്നറിന് ടൈം കൊടുക്കുന്നത്. 6:30 തന്നെ നിങ്ങൾ കഴിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ അതൊന്നും ചിലർക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഓഫീസ് വിട്ട് വളരെ ലേറ്റ് ആയിട്ടൊക്കെ വരുന്നവർക്ക് ആ ടൈമിൽ ഡിന്നർ കഴിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നത് അതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഡിന്നർ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അതാണ് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. ഇനി അൾസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അൾസർ വന്നു കഴിഞ്ഞാലുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി, തെർമലി ആൻഡ് കെമിക്കലി നോൺ ഇറിറ്റേറ്റിംഗ് ഡയറ്റാണ് അൾസറിന് കൊടുക്കുന്നത്. മെക്കാനിക്കൽ ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ, അതുപോലെ അമിതമായി നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ്, അമിതമായ ഫൈബർ, നാരുകൾ അമിതമായ രീതിയിൽ, ചെറിയ നാരുകളൊന്നും കുഴപ്പമില്ല, അമിതമായ നാരുകളുള്ള സാധനങ്ങൾ, ഇതൊക്കെ മെക്കാനിക്കൽ ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് പെടുന്നത്. തെർമലി ഇറിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടുള്ളതും ഒരുപാട് തണുത്തതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ അൾസർ ഉള്ളവർ കഴിക്കാൻ പാടില്ല. ഇനി കെമിക്കൽ ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസ്, അധികമായിട്ടുള്ള മസാലകൾ, അതുപോലെ ആൽക്കഹോളിൻ്റെ കൺസംഷൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലാവുക, ഫാസ്റ്റ് ഫുഡ്സിൻ്റെ അമിത ഉപയോഗം, ഇതൊക്കെ കെമിക്കൽ ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസിൽ പെടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നാരുകളുള്ള ആഹാര സാധനങ്ങൾ, ഒരുപാട് സ്പൈസി ഫുഡ്സ്, അതുപോലെ തന്നെ കോഫി, ടീയുടെയൊക്കെ അമിതമായ ഉപയോഗം, കോള, പെപ്സി, അതുപോലെ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അമിതമായ ഉപയോഗം ഒഴിവാക്കുക. അതുപോലെ തന്നെ എന്ത് പാനീയങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അൾസർ പേഷ്യൻസിന്. അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കുക, ലിക്വിഡ് രൂപേണയുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കുക. മെയിനായിട്ട് ബ്ലീഡിങ് അൾസേഴ്സ് ഒക്കെ ഉള്ളവർക്ക് മിൽക്ക് നല്ലൊരു ഓപ്ഷനാണ്. അൾസർ ഉള്ളവർക്ക് മിൽക്ക് കുടിക്കാവുന്നതാണ്. പാല് നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റ് നൽകും. ആ ഇറിറ്റേഷനൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് പാല് നല്ലതാണ്. പാലിട്ട് ഓട്സ് നന്നായിട്ട് വേവിച്ചിട്ട്, സാധാരണ നമ്മളധികം എല്ലാ പേഷ്യൻസിനോടും പറയും ഒരുപാട് വേവിക്കാൻ പാടില്ല ഓട്സ് എന്ന്. പക്ഷേ അൾസർ പേഷ്യൻസിനോട് പറയുന്നത് നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് വേണം ഓട്സൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ റാഗി ആണെങ്കിലും എന്ത് മില്ലറ്റ്സ് ആണെങ്കിലും നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ത് പച്ചക്കറികൾ വയ്ക്കുവാണെങ്കിലും ഒന്നെങ്കിൽ അത് സൂപ്പോ ജ്യൂസോ ആ രൂപേണ യൂസ് ചെയ്യാം. ഫൈബർ അധികം പാടില്ല. അതായത് സൂപ്പായിട്ടോ ലിക്വിഡ് രൂപേണയില്ലേ അങ്ങനെയുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രൂട്ട്സ് ആണെങ്കിലും ജ്യൂസ് ആയിട്ട് കൂടുതൽ കൊടുക്കാം ഇവർക്ക്. കാരണം ഫ്രൂട്ട് ആകുമ്പോൾ അതിൽ ഫൈബർ കൂടുതലുണ്ടാവും. ഫൈബർ ഒരുപാട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പ്യൂരീസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറുക്ക് രൂപേണയുള്ള ആഹാര സാധനമാണ് കൂടുതലായിട്ട് ബ്ലീഡിങ് അൾസേഴ്സും അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് അൾസേഴ്സിനും മെയിനായിട്ട് പറയുന്നത്. പച്ചക്കറികൾ, ഇലക്കറികൾ എന്താണെങ്കിലും അത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ആ പ്യൂരി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇഡ്ഡലി വല്ല പ്രശ്നമില്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അതുപോലെ നൂലപ്പം തേങ്ങയിടാതെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കോക്കനട്ട് അധികം പാടില്ല കേട്ടോ. കോക്കനറ്റിൽ ഫൈബർ ഉള്ളതുകൊണ്ട് കോക്കനറ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം തൈര് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അധികം പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യാം. പിന്നെ വൈറ്റമിൻ സി നന്നായിട്ട് വേണം, കാരണം അൾസർ ഒന്ന് ഹീൽ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
സിട്രസ് ഫ്രൂട്ട്സ് ഏതെങ്കിലും ഫ്രൂട്ടായിട്ട് വേണ്ട ജ്യൂസായിട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ല ഓപ്ഷനാണ്. തക്കാളി ജ്യൂസ് അടിച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ അൾസർ പെട്ടെന്ന് ഹീൽ ആവാനായിട്ട് സഹായിക്കും. എഗ് വൈറ്റ് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ യോക്കോട് കൂടെ ആണെങ്കിലും പോച്ച്ഡ് എഗ് എന്ന് പറയും. അതായത് തിളച്ച വെള്ളത്തിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അധികം വേവിക്കാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും. പ്രോട്ടീൻസിൻ്റെ നല്ലൊരു സോഴ്സാണ്. നന്നായി പ്രോട്ടീൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബദാമോ നട്ട്സോ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഓട്സിലോ എന്തിലെങ്കിലും നന്നായിട്ട് പൊടിച്ചിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബദാമൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് വേണം ഈ ഓട്സിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. മൈദ, ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് ഇതൊക്കെ അൾസർ പേഷ്യൻസിന് വിരോധമാണ്. ഇങ്ങനത്തെ ആഹാര സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അൾസർ കംപ്ലീറ്റ് ക്യൂർ ആയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നോർമൽ ഫുഡിലോട്ട് വരാവുന്നതാണ്. ആദ്യത്തെ സ്റ്റേജിൽ എന്തായാലും ബ്ലാൻഡായിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ഫുഡ്സ്, മസാലകൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് തണുപ്പിച്ച ആഹാര സാധനങ്ങൾ, ഐസ്ക്രീംസ്, അതുപോലെ ചോക്ലേറ്റ്സ് അധികം വേണ്ട, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ ഒട്ടും പാടില്ല കേട്ടോ. ആൽക്കഹോൾ കൺസംഷൻ, അതുപോലെ സ്മോക്കിങ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയേ പറ്റുള്ളൂ അൾസർ ഉള്ളവർ. വെള്ളം ധാരാളം കുടിക്കുക. 2.5-3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. അത് ജ്യൂസായിട്ടോ സൂപ്പായിട്ടോ മോരും വെള്ളമായിട്ടോ ഒക്കെ കൊടുക്കാവുന്ന. നാരങ്ങാ വെള്ളം നല്ലൊരു ഓപ്ഷനാണ്. നാരങ്ങാ വെള്ളമായിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ്. മധുരത്തിൻ്റെ അളവും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫാറ്റ് അത്യാവശ്യം നമുക്ക് എനർജിക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫാറ്റ്, അതായത് ഒലിവ് ഓയിൽ കൊടുക്കാം, കോക്കനട്ട് ഓയിൽ കൊടുക്കാം, നെയ്യ് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. കിച്ചടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റഫാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ ഡിന്നറിന് മില്ലറ്റ്സ് വേറെന്തിനും പകരം ടേസ്റ്റിയറുമാണ്. അല്ലെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ്റെയും കാലറിയുടെയും ഒക്കെ ഒരു സോഴ്സാണ് കിച്ചടി. അതിലോട്ട് കുറച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. കിച്ചടി മനസ്സിലായോ എന്താണെന്ന്? ചെറുപയർ പരിപ്പാട്ടോ. പരിപ്പും ബസ്മതി റൈസും കൂടെ നന്നായി വേവിച്ചുടച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശു നെയ്യ്, ശുദ്ധമായ പശു നെയ്യും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോട്ടീൻ, കാലറി, അതുപോലെ ഫാറ്റ്, എല്ലാ ന്യൂട്രിയൻസും, ഒരുവിധ ന്യൂട്രിയൻസൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ പ്യൂരിഡ് വെജിറ്റബിളോ വെജിറ്റബിൾ ജ്യൂസോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. ഫിഷൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷെൽ ഫിഷൊന്നും പാടില്ല. അല്ലാത്ത എന്ത് ഫിഷുകളും കൊടുക്കാം. പക്ഷേ മസാലകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വലിയ ടേസ്റ്റിയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവരും അത് പ്രിഫർ ചെയ്യാറുമില്ല. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല അൾസർ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അൾസർ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് വർക്കൗട്ടാണ്. അത് കുറച്ച് നേരം എന്തായാലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട് ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു അരമണിക്കൂർ നമ്മുടെ ലൈഫിൽ, അതായത് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudhir@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.